ഇനി ഏതെങ്കിലും ഒരാൾ നമ്മളടുത്തുള്ള ഇൽമോ തഖ്വയോ ഇഖ്ലാസോ എന്തെങ്കിലും കിട്ടാൻ വേണ്ടി വന്നു എന്ന് വിചാരിക്കാം. വേറൊരു കാര്യം പറയണം, ഒന്നുകൂടി പറയുന്നു. അയാൾ നമ്മളടുത്തേക്ക് വന്നത് ദ്വാരപ്പിക്കാനോ ആഖിറം കിട്ടാനോ ആണ് എങ്കിൽ നമ്മൾ ആഖിറാണ് കൊടുക്കേണ്ടത്. അല്ലാതെ ആഖിറം ആഗ്രഹിച്ചു വന്ന ആളുടെ ദുനിയാവ് നമ്മൾ ആഗ്രഹിച്ചാൽ നമ്മുടെ ഉള്ളും പുറവും കേടാണ് എന്നാണ് അർത്ഥം. ഒരു ഹാജിയാര് നമ്മളടുത്ത് വന്നു ദ്വാരപ്പിക്കാൻ, അപ്പോഴാണ് ചിന്തിക്കുന്ന അയാള് കുറച്ച് പണമുള്ള ടീമാണ്, മൂപ്പര ഒന്ന് കൈമലാക്കിയാലേ മുതലാവും ഭാവിയിൽ. എങ്കിൽ ലാഹിറൻ വ ബാത്തിനൻ നമ്മൾ കെട്ടുപോയിട്ടുണ്ട് എന്നാണ് അതിന്റെ അർത്ഥമെന്ന് ഹദ്ദാദ് ഇമാം അവിടുത്തെ ഹിക്കമിൽ പറയുന്നുണ്ട്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ആഖിറ ആഗ്രഹിച്ചു വന്ന ആളടുത്ത് ആഗ്രഹ കൊടുക്കേണ്ടത്, ദുനിയാവ് പൂതി വെക്കരുത്. ഇനി അള്ളാഹുവിന് വേണ്ടിയിട്ട് നമ്മൾ ദുന്യവിയായ ഒരു കാര്യം ഒഴിവാക്കിയാലോ? അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് ആഖിറ ഓർത്തിട്ട് നമ്മൾ ദുന്യവിയായ ഒരു കാര്യം ഒഴിവാക്കി എങ്കിൽ ആ കാര്യത്തിന്റെ നേരെ ഡബിൾ ദുനിയാവ് തന്നെ അള്ളാഹു തരും. ആഖിറത്തിൽ വേറുണ്ട്, ദുനിയാവ് തന്നെ തരും. ഉദാഹരണത്തിന്, ഒരു ഓട്ടോ ഡ്രൈവർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു സ്ഥലത്തേക്ക് പ്രായമുള്ള ഉപ്പനെയും ഉമ്മനെയും ഉപ്പാപ്പയും ഉമ്മയും കൊണ്ട് ഡ്രോപ്പ് ചെയ്തു. അപ്പൊ അവര് പറഞ്ഞു, നമ്മൾ കോഴിക്കോട് ഹോസ്പിറ്റലിൽ നിന്നാണ് വരുന്നത്, കാര്യമായിട്ടൊന്നും പൈസ ഇല്ല, നല്ല പൈസ ആയിട്ടുണ്ടാവൂ എന്നറിയാം മോനെ, ആകെ 200 രൂപയേ ഉള്ളൂ മോനെ, ഇതൊന്ന് പൊരുത്തപ്പെടണേ. യഥാർത്ഥത്തിൽ അന്ന് പൈസ 150 ആയിട്ടുള്ളൂ. 50 രൂപയും കൂടി വസൂലാക്കാനുള്ള ഗോൾഡൻ ചാൻസാ കിട്ടിയിരിക്കുന്നത്. കാരണം 200 തന്നിട്ട് തന്നെ ആ തന്ന ഉമ്മാമ പറഞ്ഞേക്കണത് ഇത് മതിയാവില്ല എന്ന് അറിയാം. ആ സമയത്ത് അള്ളാഹിനെ ഓർത്തിട്ട് ഒരു 50 തിരിച്ചു കൊടുത്തു. ദുനിയാവ് കിട്ടാനുള്ള എല്ലാ ചാൻസും ഉണ്ട്, പക്ഷെ ആഖിറ ഓർത്തിട്ട് 50 തിരിച്ചു കൊടുത്താൽ ഇന്ന് തന്നെ ഒരു 300ന്റെ ട്രിപ്പ് വരാനുണ്ട്. ഇന്ന് തന്നെ അള്ളാഹു തരും. ടുഡേ ഇറ്റ്സെൽഫ്. യെസ്, സലീഖ എന്ന പെണ്ണ് വൃത്തികേടിന് വേണ്ടിയിട്ട് യൂസുഫ് നബി അലൈഹിസ്സലാമിനെ പിന്തുടർന്നു. വഹമ്മത്ത് ബിഹി. അപ്പോൾ വഹമ്മ ബിദർബിഹ വഹമ്മ ബിദഫ്ഇഹ. ഖുർതുബിയും തഫ്സീർ ഇബ്നു കസീറൊക്കെ പറഞ്ഞ പോലെ ആ പെണ്ണിനെ തട്ടി മാറ്റി. ഞാൻ ഈ വൃത്തികേടിനില്ല എന്ന അർത്ഥത്തിൽ യൂസുഫ് നബി മാറി നിന്നപ്പോൾ അതേ സലീഖനെ തന്നെ കുറച്ചു കാലം കഴിഞ്ഞിട്ട് അള്ളാഹു പ്രായം കുറച്ച് മധുര 17 എത്തിച്ചിട്ട് ഭാര്യയാക്കിയിട്ട് ഹലാലാക്കി കൊടുത്തു. കണ്ടോ കണ്ടോ? അപ്പൊ കല്യാണത്തിന് മുമ്പ് ഏതെങ്കിലും ഒരു പെണ്ണിന്റെ മിസ് കോൾ അല്ലെങ്കിൽ കണ്ണടിയിലോ മിസ്സടിയിലോ വീഴാതെ നീ ആഖിറ ഓർത്തിട്ട് ജീവിച്ചാൽ ആ പെണ്ണിനേക്കാൾ സൗന്ദര്യമുള്ള പെണ്ണായിരിക്കും നിനക്ക് ഭാവിയിൽ ലഭിക്കുന്ന വൈഫ്. ഇത് ഇസ്ലാമിന്റെ ഒരു സിദ്ധാന്തമാണ്. സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന് കാറ്റ് മുഅ്ജിസത്തായി ലഭിക്കുന്നതിന്റെ പിന്നിലും ഇതുപോലുള്ള ഒരു ചരിത്രം കാണാം. വിശദീകരിക്കാൻ നേരമില്ല. അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് ദുന്യവിയായ ഒരു കാര്യം നമ്മൾ ഒഴിവാക്കിയാൽ അതേ സാധനമോ അതിനോട് തത്തുല്യമായതോ ഡബിൾ ആക്കിയിട്ട് ദുനിയാവ് തന്നെ അള്ളാഹു തരും. അപ്പൊ പണം, കൈക്കൂലി വാങ്ങാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. CCTV ഒന്നും ഇല്ല, അയാൾ തരുന്നുണ്ട്. CCTV ഇല്ല, അയാൾ തരുന്നുണ്ട്. അള്ളാഹിനെ പേടിയില്ലെങ്കിലും CCTVനെ പേടി ഉണ്ടാവില്ല മനുഷ്യന്മാർക്ക്. അല്ലാഹ് എന്ന് ചിന്തിച്ചിട്ട് ഉപ്പർ അത് ഒഴിവാക്കി എങ്കിൽ മോനെ നിനക്കെന്തൊരു സാമ്പത്തിക ലാഭം ദുനിയാവും തന്നെ അള്ളാഹ് തരും. ആഖിറത്തിലല്ല, അത് വേറെ വരാണ്ട്, ദുനിയാവും തന്നെ തരും. അപ്പൊ ദുനിയാവിനെ പൂജിക്കരുത്. പൂജിച്ചവർ ആരും വിജയിച്ചിട്ടില്ല. ഫിറൗനെടുത്തോ, ഖാറൂനെടുത്തോ, ഹാമാനെവിടെ? ആരെങ്കിലും കഫമുടയിൽ എന്തെങ്കിലും കൊണ്ടുപോയോ? ഇല്ല. ഫോർച്യൂണറിൽ വന്ന ഒരാൾ, ഇന്നോവ ക്രിസ്റ്റയിൽ വന്ന ഒരാൾ സാധനം വാങ്ങാൻ കേറിയ സമയത്ത് പെട്ടെന്ന് മൂപ്പരിക്ക് നെഞ്ചുവേദന, ബോധം നഷ്ടപ്പെട്ടു. മൂപ്പരുടെ കീശയിലാണ് ചാവിയുള്ളത്, ലോക്കാണത്. മൂപ്പരിക്കേ ആ നമ്പർ അറിയുള്ളൂ, അൺലോക്ക് ആക്കാൻ അറിയുള്ളൂ. മൂപ്പരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോണത് ആ ഷോപ്പിലേക്ക് വന്ന കൈതച്ചക്ക പൈനാപ്പിൾ കൊണ്ടുവന്ന ഗുഡ്സിൽ മൂപ്പരെ മടക്കി വെച്ചിട്ട് അവിടെ കൊണ്ടുപോയി. ഹോസ്പിറ്റലിൽ പോകുന്ന വഴിയിൽ അയാൾ മരിച്ചു. അത്രയേ ഉള്ളൂ ദുനിയാവ്, അത്രയേ ഉള്ളൂ ദുനിയാവ്. ഇതിനെ പൂജിച്ചിട്ട് ജീവിക്കരുത്. എന്തിപ്പോ ഒരു 500 കിട്ടിയിട്ട് വേണ്ടി, ഒരു 500 അധികം കിട്ടാനൊക്കെയാണ് കുറെ ആള് പല കളവും പറയണത്. 2-3 ആളെ മീഡിയേറ്റർ ആക്കണത്. നീ സംസാരിക്കുക, ഞാൻ പിന്നെ നേരിട്ട് സംസാരിക്കുക, ഞാൻ പിന്നെ കുടുംബക്കാരനായോണ്ട് എങ്ങനെ സംസാരിക്കാന്ന് ചോദിച്ചാൽ കുടുംബത്തിന് വരെ ലാഭം കൊയ്യാൻ ശ്രമിക്കുന്ന ആളെ ഇപ്പൊ ഒരു സ്ഥലം വിറ്റാൽ എന്തൊരു കഷ്ടം എന്നാ പറയേണ്ടത്. 1000 രൂപ അധികം കിട്ടിയിട്ട് എന്താ വേണ്ട മോനെ? ഹലാലുഹ ഹിസാബുൻ വ ഹറാമുഹ ഇഖാബുൻ.
നീ സമ്പാദിച്ചത് ഹലാലാണെങ്കിൽ അതിന് വിചാരണ ഉണ്ട്, ഹറാമാണെങ്കിൽ അതിന് ശിക്ഷയും ഉണ്ട്. പിന്നെ ഇതിനെ ഇത് വല്ലാണ്ട് ഉണ്ടാക്കണത്. ആഖിറം കിട്ടാൻ വേണ്ടി ദുനിയാവ് സമ്പാദിക്കുന്നത് തെറ്റല്ല. ദുനിയാവ് നമുക്ക് ഉണ്ടാവാം. എവിടെ? അക്കൗണ്ടിൽ ഉണ്ടാവാം, പോക്കറ്റിലും ഉണ്ടാവാം. അതിന്റെ പിന്നിൽ ഉണ്ടാവരുത്. അതെവിടെ സ്ഥലം ഉസ്താദേ? പോക്കറ്റിന്റെ പിന്നിൽ, ഹൃദയത്തിൽ. അവിടെ വെക്കരുത് പണത്തിന്. പോക്കറ്റിൽ വെച്ചോ, അതിന്റെ ബേക്കിൽ കൊണ്ടുപോകുമ്പോഴാണ് സ്വതക്ക ചെയ്യാൻ മടിയുണ്ടാവണം. പാവപ്പെട്ടവരെ കാണാത്തത് പോക്കറ്റിൽ നീ വെച്ചോളി, എടുത്തു കൊടുക്കാം, അക്കൗണ്ടിൽ വെക്കാം, ജിപേ ചെയ്യാം, പ്രശ്നമില്ല. പക്ഷെ നിന്റെ ഹൃദയത്തിൽ ഉണ്ടാവുമ്പോഴാണ് ആഖിറം നീ മറന്നു പോകുന്നത്. അങ്ങനെ ആഖിറം മറന്നിട്ട് നീ ദുനിയാവ് ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ അങ്ങനെ നീ ശ്രമിച്ചാൽ നിനക്ക് ദുനിയാവിൽ കച്ചവടം നഷ്ടാണ്, മൂലധനവും കിട്ടൂല. അത് ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയയാണ്. കച്ചവടം പൊട്ടി എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിൽ പൊട്ടലുണ്ടാവും. ഉദാഹരണം പറഞ്ഞാൽ, ഒരാൾ ഇവിടെ പലചരക്ക് സാധനങ്ങൾ വിൽപ്പന നടത്തുന്ന ഒരു ഷോപ്പ് നടത്തുന്ന ആളാണ്. ഒരു അനാദി കച്ചവടം എന്നൊക്കെ അതിന് പറയാം. അയാളിപ്പോ കച്ചവടം നടത്തിയപ്പോ ചോദിച്ചു, നിങ്ങളിപ്പോ കച്ചവടം ഇല്ല? എന്തേ? അവിടെ ഒക്കെ സൂപ്പർ മാർക്കറ്റും ആളൊക്കെ തുടങ്ങിയിട്ട് നമ്മളടുത്തുനിന്ന് ആരും വരുന്നില്ല, നമ്മൾ ഈച്ചനെ ഓടിക്കല പണി. ആരെങ്കിലും വരും, അങ്ങനെ നമ്മളടുത്തുനിന്ന് കടം വാങ്ങുകയും ചെയ്യും. ഓർക്കൊക്കെ റൊക്കം ക്യാഷ്. ഞാൻ പിന്നെ നിർത്തി. ഇയാള് പറഞ്ഞു വരുന്നത് കച്ചവടം നഷ്ടമായോണ്ട് നിർത്തി എന്നാണ് പറയണത്. എന്നാലും കച്ചവടം നഷ്ടാന്ന് പറഞ്ഞാലും മൂപ്പരുടെ ഷോപ്പിലുള്ള സാധനങ്ങൾ മൂപ്പരെ പുരക്കേക്ക് എടുത്തിട്ടുണ്ടാവുമല്ലോ. ചായപ്പൊടി, മൈദപ്പൊടി, സാമ്പാർ പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഒക്കെ ഇല്ലേ? 2-2.5 മാസത്തേക്ക് ഇനി പുരക്കേക്ക് സാധനം ആകണ്ട. ആ വസ്തുവിനെ കുറിച്ച് മൂപ്പര് പറഞ്ഞത് കച്ചവടം എന്ന അർത്ഥത്തിൽ നഷ്ടമാണ് കച്ചവടത്തിന്റെ അർത്ഥത്തിൽ. എന്നാലും മൂപ്പരെ വീട്ടിലേക്ക് കുറെ സാധനങ്ങൾ കിട്ടിയല്ലോ. ഒരു 6 മാസത്തേക്ക് അരി വേണ്ട, അങ്ങനെ കുറെ സാധനങ്ങൾ. വേറൊരു നഷ്ടമുണ്ട്. അതേതാന്നറിയാം? കച്ചവടം നിർത്തി. നിങ്ങൾ കഴിഞ്ഞ ആഴ്ച ഷോപ്പ് ഉണ്ടായിരുന്നല്ലോ, ഇല്ലേ? ഇല്ല. എന്തേ? അവിടെ നിങ്ങൾ ആ ന്യൂസ് കണ്ടിട്ടില്ലേ? ഏത്? തീ പിടിച്ചിട്ട് മൊത്തം എല്ലാ സാധനവും ചായപ്പൊടിയായി. എല്ലാ സാധനവും മൈദപ്പൊടി അടക്കം ചായപ്പൊടിയാവും തീ പിടിച്ചാലേ. പിന്നെ അപ്പുറത്തെ ഷോപ്പിലും തീ കുറച്ചായിട്ട് 2.5 ലക്ഷം കൊടുക്കേണ്ടി വന്നു. ഇതിപ്പോ 50 നഷ്ടം. ഇതേപോലെയാണ് മക്കളെ കൊണ്ട് ദുനിയാവ് ഉണ്ടാക്കാൻ നോക്കിയാല് മക്കളെ കൊണ്ട് അമ്മ സ്വർഗത്തിൽ പോയില്ല എന്ന് മാത്രമല്ല, നമ്മളെ ബേക്ക് പിടിച്ചിട്ട് മക്കള് നരകത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. നീ ആജിക്കാക്ക് നീ പോകുന്നില്ലെങ്കിൽ വരാമോ, നീ പോയിക്കോ എന്ന് പറഞ്ഞാൽ ഒറ്റക്ക് പോകാൻ കഴിയോ? അതും കഴിയൂല. ആ രണ്ടാമത്തെ നഷ്ടം പോലെയാണ്. ലാഭം ഉണ്ടാവില്ല, ഇൻവെസ്റ്റ് ചെയ്ത ക്യാപിറ്റലും ഉണ്ടാവില്ല. ദുനിയാവ് കൊണ്ട് ആഖിറം നേടിയെടുക്കാൻ നമ്മൾ ശ്രമിക്കേണ്ടത്. അള്ളാഹു നമ്മളെ വിജയിപ്പിക്കട്ടെ.